ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ലോസസ് ഓഫ് പ്രീ സ്ട്രെസ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ ഈ ഒരു മൊഡ്യൂളിൽ നോക്കിയത് അനാലിസിസ് ആയിരുന്നു അല്ലേ. അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ചെയ്തു. ഇനി ലോസസ് ഓഫ് പ്രീ സ്ട്രെസ്. അപ്പോൾ ഈ ലോസസ് നമ്മുടെ ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കോഡെന്ന് പറയുന്നത് IS 1343/2012 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1343/2012. അതിൻ്റെ പേജ് നമ്പർ 24 and 25 ലോസസ് ഓഫ് പ്രീ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് IS 1343/2012. അതിൻ്റെ പേജ് നമ്പർ 24 നോക്കുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ലോസസ് ഇൻ പ്രീ സ്ട്രെസ് ക്ലോസ് 19.5.2. ഓക്കെ, അപ്പോൾ ലോസസ് ഇൻ പ്രീ സ്ട്രെസ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പല ടൈപ്സ് ഇവിടെ പറയുന്നുണ്ട്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു സ്ലിപ്പ് ഇൻ ആങ്കറേജ്. ലാസ്റ്റ് വൺ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അങ്ങനെ 6 ടൈപ്സ് ഓഫ് ലോസസ് ഇവിടെയുണ്ട്. ഈ കോഡ് വെച്ചിട്ട് ഓരോരോ ലോസസ് നമ്മൾ പഠിക്കുമ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്ന കോഡിലുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ച് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് വായിച്ച് നോക്കണം. ഓക്കെ, ഓൾറെഡി ലോസസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. The initial pre-stress in concrete undergoes a gradual reduction with time from the stage of transfer due to various causes. This is generally referred to as loss of pre-stress. Reasonably, a good estimate of the magnitude of loss of pre-stress is necessary from the point of view of design. ഓക്കെ, അപ്പം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കൊടുക്കും അല്ലേ. അതായത് ടെൻഡൻസിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഹൈ ടെൻസൈൽ ആയിട്ടുള്ള വയേഴ്സിലേക്ക് നമ്മൾ ഇനീഷ്യലി ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കും. എന്നാൽ ആ ഒരു സ്ട്രക്ചറിലേക്ക്, കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിലേക്ക് വരണമെന്നില്ല. ഓക്കെ, അതായത് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പൂർണ്ണമായിട്ടും ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ബീമാവാം ഒരു പ്രീ സ്ട്രെസ്ഡ് സ്ട്രക്ചർ എന്നുള്ളത് കൺസിഡർ ചെയ്താൽ മതി. ആ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ഫോഴ്സ് പൂർണ്ണമായിട്ടും ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ആ വരുന്ന കുറവ്, അതായത് നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ സ്ട്രക്ചറിൽ ആക്ച്വലി ആക്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലോസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും എഫക്റ്റീവ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലോസസ് ഓഫ് പ്രീ സ്ട്രെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഒരു സ്ട്രക്ചർ നമുക്ക് ഡ്യൂറബിലിറ്റീൻ്റെ ബേസിസിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലോസസ് ആണ് ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ വരാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് നോക്കിയതാണ് കോഡ് പ്രകാരം. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ആദ്യത്തത് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. എങ്ങനെയായാലും നിങ്ങളെ കോഡിൽ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. മൂന്നാമത്തെ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. നാലാമത്തെ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ.
അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. അഞ്ചാമത്തത് ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. ആറാമത്തത് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഓരോരോ ടോപ്പിക്കായിട്ട് പോകുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ ലോസിലേക്ക് നമുക്ക് പോവാം. ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് IS 1343/2012 പേജ് നമ്പർ 25 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റിൻ്റെത് പേജ് നമ്പർ 25 ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എന്താണ് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് കോഡിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഞാൻ ആദ്യമേ അതിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പ്രോബ്ലം ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ലോസസ് ഓഫ് പ്രീസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മൊത്തം ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇൻ പ്രീടെൻഷൻഡ് ബീംസ് when the pre-stress is transferred from the steel to concrete, the concrete member gets shortened along with steel. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രീ ടെൻഷൻഡ് ബീംസിലാണെങ്കിൽ, പ്രീ ടെൻഷൻ എന്ന് പറയുമ്പം ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിലേക്ക് വരുന്നത് മെയിനായിട്ട്, പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നത് മെയിനായിട്ട് ഈ ഒരു ടെൻഡൻസും അതുപോലെ തന്നെ കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിൻ്റെ ബേസിസിലാണ് അല്ലേ. അപ്പം ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഈ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത്, ഓക്കെ, അതായത് നമ്മൾ ഇനീഷ്യലി ഒരു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുത്തു, ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, അപ്ലൈ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ സ്റ്റീൽ ആദ്യം ടെൻഷൻ ചെയ്യുക അല്ലേ, വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ വലിക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിലീസ് ചെയ്യുമ്പോഴാണ് അത് പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരും, റിലീസ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അതിനെ ആ പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺക്രീറ്റ് അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിലേക്ക് ഈ പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ പഴയ പൊസിഷനിലേക്ക് പോകാൻ എത്രമാത്രം ഫോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം പഴയ പൊസിഷനിലേക്ക് പോകാൻ മാക്സിമം ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ഈ പ്രീ ടെൻഷൻ ചെയ്തിരിക്കുന്ന വയേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ പോകാൻ പറ്റില്ല, കാരണം ആ കോൺക്രീറ്റ് എന്ത് ചെയ്യും? അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് മാക്സിമം ഇത് ശ്രമിക്കും. ശ്രമിക്കുമ്പം ആ ഒരു കോൺക്രീറ്റിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സാണ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റീല് ചെറുതാവുമല്ലോ, അതായത് ചെറുതാവാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ചെറുതാവാൻ വേണ്ടി, അതായത് പഴയ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറും അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ഷോർട്ടൻ ആവും. ഓക്കെ, അതായത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഈ സ്റ്റീല് ചെറുതാവാൻ ശ്രമിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഷോർട്ടനിങ് അവിടെ സ്റ്റീലിൽ സംഭവിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺക്രീറ്റ് ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യും? ഷോർട്ടനിങ് ആവും. മനസ്സിലായോ? അതായത് ഈ നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന 100% പ്രീസ്ട്രെസ്സിങ് ഫോഴ്സും ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചും ഇല്ലാതെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ എന്ത് ചെയ്യും? ഈ കോൺക്രീറ്റ് ചെറുതായിട്ടൊന്ന് ഷോർട്ടനിങ് സംഭവിക്കും. ഓക്കെ, ചെറിയ രീതിയിലൊന്ന് ഡിഫോർമേഷൻ സംഭവിക്കും. കംപ്രസീവായിട്ട് ചെറിയ രീതിയിൽ ഡിഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇനീഷ്യലി കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് പൂർണ്ണമായിട്ടും അവിടെ വരില്ല. കാരണം ചെറിയ രീതിയിൽ എന്തായിട്ടുണ്ട്? അവിടെ ഷോർട്ടനിങ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റീലിലും ആ ഷോർട്ടനിങ് വരും. അപ്പോൾ എത്രയാണോ കോൺക്രീറ്റ് ഷോർട്ടൻഡ് ആവുന്ന ലെങ്ത്ത്, അതേ ലെങ്ത്ത് തന്നെയാണ് ഈ സ്റ്റീലിലും ഷോർട്ടനിങ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ? അതായത് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് ആ സ്റ്റീൽ എന്ത് ചെയ്യും? പഴയ ആ ഒരു പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഈ സ്ട്രക്ചറിലേക്ക് വരുന്നത്. അപ്പം പൂർണ്ണമായിട്ടും
ഇത് ഒരു ഡീഫോർമേഷനും ഇല്ലാതെ ഈ വരുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കോൺക്രീറ്റ് സ്ട്രക്ചറിന് പറ്റില്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഡീഫോർമേഷൻ, അതായത് കംപ്രസീവ് ആയിട്ടുള്ള ചെറിയൊരു ഡീഫോർമേഷൻ, അതായത് ആക്സിൽ ഫോഴ്സ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ കോൺക്രീറ്റ് ലേശം ഒന്ന് ഷോർട്ടൺ ആവും. അപ്പോൾ അതിനൊപ്പം എന്ത് ചെയ്യും, ഈ സ്റ്റീലും ഷോർട്ടൺ ആവും. ഓക്കെ, അങ്ങനെ ആ ഫുള്ളായിട്ടുള്ള ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആ സ്റ്റീല് ഷോർട്ടനിങ് ആവുന്നത് കൊണ്ട്, അതായത് കോൺക്രീറ്റ് ഷോർട്ടനിങ് ആവുന്നത് കൊണ്ട് സ്റ്റീലും ഷോർട്ടനിങ് ആവും. അപ്പോൾ ആ ഷോർട്ടനിങ് ആവുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുള്ളായിട്ടുള്ള പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിലേക്ക്, ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ ഒരു ലോസ് സംഭവിച്ചു. അങ്ങനെ ആ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കാരണം, കോൺക്രീറ്റിൽ വരുന്ന ഇലാസ്റ്റിക് ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഷോർട്ടനിങ് കാരണം വരുന്ന ലോസ് ആണ് ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസ് ക്ലിയർ അല്ലേ? ഇനി പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസ്. ദിസ് ലോസ് ഡസ് നോട്ട് ഒക്കർ ഇൻ പോസ്റ്റ് ടെൻഷൻഡ് മെമ്പേഴ്സ് ഇഫ് ഓൾ ദ ടെൻഡൻസ് ആർ സ്ട്രെസ്ഡ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ പോസ്റ്റ് ടെൻഷനിൽ ഇപ്പം ടെൻഡൻസ് എല്ലാം നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് ഒരേ സമയത്താണെങ്കിൽ അതിൽ ലോസ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്രീ ടെൻഷൻ്റെ കേസ് എന്താ? ആ ഒരു സ്ട്രക്ചറിലേക്ക് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വരുന്നത് ആങ്കറേജ് മുഖേന അല്ലേ? നമ്മളെ ആങ്കറേജ് രണ്ട് സൈഡിലും ടൈറ്റ് ചെയ്ത് വെക്കും സ്റ്റീൽ അല്ലേ? എന്നിട്ട് ഒരു ബെയറിംഗ് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടൈറ്റൻ ചെയ്ത് വെച്ചിട്ട് ആ ആങ്കറേജ് മുഖേന അല്ലെങ്കിൽ ആങ്കറേജ് വെഡ്ജിലൂടെ ആ ഒരു തിരിച്ചു പോകാനുള്ള ടെൻഡൻസി വരുന്ന ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, ഇതിലേക്ക് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? പ്രീ ടെൻഷനിങ്ങിൽ കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ടാണ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആ ഒരു സ്ട്രക്ചറിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഈ വെഡ്ജിലൂടെ അതായത് ആങ്കറേജ് വെഡ്ജിലൂടെ രണ്ട് സൈഡിൽ നിന്നും ടൈറ്റായിട്ട് ആക്ട് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സാണ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രീസ്ട്രെസ്സിങ് കോൺക്രീറ്റിൻ്റെ നമ്മളെ ഫസ്റ്റ് ക്ലാസ് കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫിഗർ വെച്ച് പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ടൈറ്റൻ ചെയ്ത് വെക്കും അല്ലേ? ടൈറ്റൻ ചെയ്ത് വെച്ചിട്ട് നല്ല ടെൻഷൻ കൊടുത്തിട്ട് ഇവിടെ ആങ്കറേജ് ചെയ്ത് വെക്കും അല്ലേ? അത് ടൈറ്റ് ആക്കി വെക്കും. അപ്പോൾ ഈ ഒരു അകത്തുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകാനാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നിന്നും ഇതിനെ പുള്ളി ചെയ്യും പഴയ പൊസിഷനിലേക്ക് പോകാൻ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആങ്കറേജ് മുഖേന ഈ കോൺക്രീറ്റിൻ്റെ ഈ ഒരു ബീമിൻ്റെ അകത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും കംപ്രസീവായിട്ടുള്ള ഫോഴ്സ് വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രീസ്ട്രെസ്ഡ് ബീമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെറ്റൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഡക്റ്റ് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യും ഷീറ്റ് വെച്ചിട്ടോ എങ്ങനെ അല്ലേ? എന്നിട്ട് അതിൻ്റെ അകത്ത് കൂടെ നമ്മൾ ടെൻഡൻസ് കടത്തി വിടും. കോൺക്രീറ്റ് ഹാർഡൻഡ് ആയതിനു ശേഷം കടത്തി വിട്ടതിന് ശേഷം നമ്മൾ ടെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടെൻഡൻ ഇതിനെ രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് വലിക്കും. അപ്പോൾ ഇതൊരു കംപ്രസീവ് ഫോഴ്സ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു സ്ട്രക്ചറിലേക്ക് കംപ്രസീവ് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതിപ്പോൾ ഒരു ടെൻഡനാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഇനിയിപ്പം പല ടെൻഡൻസ് ഉണ്ടാവും, ആങ്കറേജ് ഇത്ര വലുപ്പം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ പല ടെൻഡൻസ് ഉണ്ടാവും, പിന്നെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിഗർ വെച്ച് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ. അപ്പോൾ ടെൻഡൻസ് കുറേ എണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ ടെൻഡൻസും നമ്മൾ ഒരേ സമയത്താണ് സ്ട്രെസ് ചെയ്ത് നമ്മൾ അതിനെ റിലീസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് റിലീസ് ആകുമ്പം ഇതുപോലെയുള്ള എല്ലാ ടെൻഡൻസിലും ഒരേ സമയത്ത് സ്ട്രെസ് വരുമ്പം ഒരേ സമയത്താണ് ഒരേപോലെയാണ് ഈ കംപ്രസീവ് ഫോഴ്സ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സ്റ്റീലിൻ്റെ അകത്ത് എന്തെങ്കിലും ലോസ് വരുന്നുണ്ടോ? ആദ്യം ഒരേപോലെ വരുന്നു, ഒരേപോലെ ടൈറ്റൻഡ് ആയിട്ട് അവിടെ നിൽക്കുന്നു, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല അല്ലേ? വേറെ ലോസ് ഒന്നും വരുന്നില്ല. നമ്മൾ കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെക്കുന്ന അതേ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരേ ഫോഴ്സ് തന്നെയാണ് വരുന്നത് അല്ലേ? പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ് വരുന്നത്. വേറെ ലോസ് ഒന്നും അതിൻ്റെ അത് സംഭവിക്കുന്നില്ല. ആ ഫോഴ്സിൽ കുറവ് വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഇപ്പം ഇവിടെയൊക്കെ ഓരോ ഇത് കുറച്ച് ചെറുതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോ. 1, 2, 3 എണ്ണമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, 3 ടെൻഡൻസ് ഇതുപോലെ ഉണ്ടെങ്കിൽ ആദ്യം ഇത് മേലെയുള്ള ടെൻഡൻ, ഇതിൻ്റെ താഴെ ഒരു ടെൻഡൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ താഴെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ,
അപ്പം ഞാൻ ആദ്യം ഇത് ടെൻഷൻ ചെയ്തിട്ട് ഞാൻ ഇത് പ്രീസ്ട്രസിങ് ഫോഴ്സിൻ്റെ അകത്തേക്ക് ഇമ്പാർട്ട് ചെയ്തു. ഫസ്റ്റ് ആങ്കറേജ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി ടൈറ്റൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം രണ്ടാമത്തേൽ ഞാൻ പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ, ആ ടെൻഡൻസ് ഞാൻ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓൾറെഡി ഇത് ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. രണ്ടാമത് ഞാൻ ആ ഒരു ഫോഴ്സ് കൊടുത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പ്രീസ്ട്രസിങ് ഫോഴ്സ് ഇമ്പാർട്ട് ചെയ്യും. ഇമ്പാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി ഈ പൊസിഷനിലാണ്. അപ്പം ഈ ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും കംപ്രസീവ് ഫോഴ്സ് വരുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് എന്തായാലും ഒന്ന് ഷോർട്ടനിങ് ചെയ്യാനുള്ളൊരു സാധ്യത കാണാം അല്ലേ. ഷോർട്ടനിങ് ആവുന്ന സമയത്ത് ഇപ്പം നമ്മൾ കറൻ്റ്ലി പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുത്തിരിക്കുന്ന ടെൻഡൻസിൽ വേറെ ഒരു ലോസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഓൾറെഡി ടൈറ്റൻ ചെയ്ത് വെച്ചത് എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ അതിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ഈ കോൺക്രീറ്റ് ഒന്നും കൂടി ചെറുതാവും, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിൽ അതിൻ്റെ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ചെറിയ രീതിയിൽ ആദ്യമേ ടൈറ്റൻ ചെയ്ത് വെച്ചതിൽ ചെറിയ ലോസ് ഉണ്ടാവും. കാരണം അതും ഈ കോൺക്രീറ്റിൻ്റെ ഒപ്പം ചെറുതാവും. ഓക്കെ, അതായത് ആ പഴയ പൊസിഷനിലേക്ക് ചെറിയ രീതിയിലുള്ളൊരു പോകാനുള്ള ചെറിയ രീതിയിൽ ആ പഴയ പൊസിഷനിലേക്ക് ഒരു മാറ്റം ഉണ്ടാവും പോകാനുള്ള. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആദ്യത്തെ ടെൻഡൻ നമ്മൾ ടെൻഷൻ ചെയ്ത് റിലീസ് ചെയ്തതുപോലെ ടൈറ്റൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഷോർട്ടനിങ് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വരുന്നത്. ഇത് ടൈറ്റൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ചെറിയൊരു ഷോർട്ടനിങ് ഉണ്ടാവാം, പക്ഷേ ഈ ഇതിലേക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അതായത് ടെൻഡനിലേക്ക് ഒരു ലോസും വരുന്നില്ല. രണ്ടാമത് ഇത് അതേപോലെ നിർത്തിയിട്ട് രണ്ടാമത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത് ടൈറ്റായി വരുമ്പോൾ ഒരു ചെറിയ ഡിഫോർമേഷൻ ഉണ്ടാവും. അത് ഇതിൻ്റെ ഒപ്പമായതുകൊണ്ട്, രണ്ടാമത്തേൻ്റെ ഒപ്പമായതുകൊണ്ട് അതിൽ ലോസൊന്നും വരുന്നില്ല. പക്ഷേ അത് മുഖേന ഉണ്ടാവുന്ന ആ ചെറിയ ഡിഫോർമേഷൻ ഈ മേലെയുള്ള ഈ ഒരു ടെൻഡൻസിലേക്ക് വരാം. കാരണം ഇതൊന്നും ചെറുതാകുമ്പോൾ അതിനനുസരിച്ച് ഇവിടെയും ലെങ്ത്തിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ച് വരും. ഓക്കെ, ഒരേപോലെ, അതായത് ഇവിടെ എത്രയാണോ ഈ കോൺക്രീറ്റ് മെമ്പറിൽ ചേഞ്ച് ആവുന്നത് അതേ ചേഞ്ച് ഇവിടെയും വരും. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുത്ത് ടൈറ്റൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രീസ്ട്രസിങ് ഫോഴ്സ് തന്നെ ഇതിലേക്ക് ആക്റ്റ് ആവണമെന്നില്ല ഈ ടോപ്പിലുള്ള ടെൻഡൻ മുഖേന. അപ്പോൾ അതിലൊരു ചെറിയ കുറവ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടെൻഡൻ ടൈറ്റൻ ചെയ്ത് പ്രീസ്ട്രസിങ് ഫോഴ്സ് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓൾറെഡി അതിൻ്റെ പൊസിഷനില്ല അല്ലേ, മൂന്നാമത്തതും ആദ്യം നമ്മൾ കൊടുത്തത് ഓൾറെഡി അതിൻ്റെ പൊസിഷനില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ ടെൻഡനിന് പ്രീസ്ട്രസിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ വീണ്ടും ഇതിലെന്ത് സംഭവിക്കും, ചെറിയൊരു ചേഞ്ച് സംഭവിക്കും ലെങ്ത്തിൽ. രണ്ട് സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ ഒരു ലെങ്ത്ത് കുറയും. ഓക്കെ, കോൺക്രീറ്റ് ബീമിൽ. അപ്പോൾ രണ്ടാമത് നമ്മൾ ടെൻഷൻ ചെയ്തതിലും ആ സ്റ്റീലിലും അല്ലെങ്കിൽ ആ ടെൻഡനിലും ഒരു ലോസ് അനുഭവിക്കും. അതേപോലെ ആദ്യം ടെൻഷൻ ചെയ്ത് വെച്ചതിലും ഒരു ലോസ് അനുഭവിക്കും. ഓക്കെ, അപ്പം മൂന്നാമത്തെ ടെൻഡൻ നമ്മൾ ടെൻഷൻ ചെയ്യുമ്പം അതിന് മുന്നേ ടെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടെൻഡൻസിലും ലോസസ് അനുഭവിക്കും. ഓക്കെ, അതാണ് പോസ്റ്റ് ടെൻഷൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ടെൻഷൻ കൊടുക്കുന്ന ആ ടെൻഡൻസിൽ മാത്രം ലോസ് ഉണ്ടാവില്ല, അതിന് മുമ്പേ കൊടുത്ത് വെച്ചതിലൊക്കെ ലോസ് ഉണ്ടാവും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? പ്രീ ടെൻഷനിങ്ങിൻ്റെയും പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെയും ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? Okay. This loss does not occur in post-tension members if all the tendons are stressed at the same time. But if the tendons are not stressed at the same time, അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരേ സമയത്ത് ടെൻഷൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോന്നായിട്ടാണ് സ്ട്രെസ് കൊടുത്ത് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ ചെയ്ത് വരുന്നതെങ്കിൽ then there will be a loss of pre-stress. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ലോസ് വരുന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സിൻസ് ദ കോൺക്രീറ്റ് മെമ്പർ ഗെറ്റ്സ് ഷോർട്ടൻഡ് അലോങ് വിത്ത് ദ സ്റ്റീൽ, സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ഇൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ ദ സെയിം. അപ്പം ഞാൻ പറഞ്ഞു ഈ കോൺക്രീറ്റ് അല്ലേ, അതായത് പ്രീസ്ട്രസിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ചെറിയ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാകും, കുറവ് വരും. അപ്പോൾ അതിനനുസരിച്ചാണ് സ്റ്റീലിലും ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ആ വയേഴ്സിൽ ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ടെൻഡൻസിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റിൽ വരുന്ന അതേ ചേഞ്ച് തന്നെയാണ് എവിടെ വരുന്നത്, സ്റ്റീലിലേക്കും വരുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ കോൺക്രീറ്റും അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ കോൺക്രീറ്റും ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ സ്റ്റീലും സെയിം ആണ്.
അപ്പം ഒരേ ലെങ്ത് ആണ് അല്ലേ, ഒരേ ലെങ്ത്തുമാണ്, ആ ചേഞ്ച് വരുന്നത് ഒരേ ലെങ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ സ്ട്രെയിൻ കോൺക്രീറ്റിലും സ്റ്റീലിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെയിൻ സെയിം ആണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അല്ലേ, സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് സെയിം ആണ്. അതായത് കോൺക്രീറ്റ് എത്രയാണോ ഷോർട്ടനിങ് ആവുന്നത് അതിനനുസരിച്ച് തന്നെയാണ് സ്റ്റീലും ഷോർട്ടനിങ് ആവുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ സ്റ്റീൽ എന്ന് പറയുമ്പോൾ PL/AE ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. നിങ്ങൾ ഓൾറെഡി MOSൽ പഠിച്ചതാണ്. അപ്പം ഇതിൽ PS എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ സ്റ്റീൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ, ലെങ്ത്ത് എത്രയാണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്ത്, ES എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. അതേപോലെ തന്നെ PC എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ഇൻ കോൺക്രീറ്റ്, ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ്, യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ഡെൽറ്റ L എന്ന് പറയുന്നത്. ഓക്കെ, അതായത് PSL ഡിവൈഡ് ബൈ AS ഇൻറ്റു ES ഈസ് ഈക്വൽ ടു PC ഇൻറ്റു L ഡിവൈഡഡ് ബൈ AC ഇൻറ്റു EC. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ L ക്യാൻസൽ ആവും. നമുക്ക് PS ബൈ AS ഇൻറ്റു ES, അതുപോലെ PC ഇൻറ്റു AC ഇൻറ്റു EC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതിപ്പം L ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡെൽറ്റ L/L അത് സ്ട്രെയിനാണ്. അതേപോലെ ഈ L ഇപ്പുറത്ത് കൊണ്ടുവന്ന ഡെൽറ്റ L/L. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് സ്ട്രെയിനാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം. PS/AS ഇൻറ്റു ES ഈസ് ഈക്വൽ ടു PC/AC ഇൻറ്റു EC. ഓക്കെ, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. PS/AS ഇൻറ്റു ES ഈസ് ഈക്വൽ ടു PC ഇൻറ്റു AC ഇൻറ്റു PC/AC ഇൻറ്റു EC എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ ഇത് എഴുതിയത്? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ PS/AS, P/A എന്ന് പറയുന്നത് എന്താ, സ്ട്രെസ്സാണ് അല്ലേ, രണ്ട് സൈഡിലും. അപ്പോൾ PS/AS എന്നുള്ളതിനെ നമുക്ക് FS എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റിന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയോ ഞാൻ എഴുതിയത്? ഞാൻ ചേഞ്ച് ഇൻ ലെങ്ത്ത് കോൺക്രീറ്റിലും സ്റ്റീലിലും സെയിം ആണ്. അപ്പം ഡെൽറ്റ L ആണ് ചേഞ്ച് ഇൻ ലെങ്ത്ത്. അപ്പോൾ അത് നമ്മൾ സ്റ്റീലിൻ്റെ ടേംസിലും കോൺക്രീറ്റിൻ്റെ ടേംസിലും എഴുതി. അപ്പോൾ നമുക്കിത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. L രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ PS/AS എന്നുള്ളത് അതേപോലെ PC/AC എന്നുള്ളത് FS/FC എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം സ്ട്രെസ്സാണ് P/A. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, സിൻസ് ദ കോൺക്രീറ്റ് മെമ്പർ ഗെറ്റ്സ് ഷോർട്ടൻഡ് അലോങ് വിത്ത് ദ സ്റ്റീൽ, സ്ട്രെയിൻ എക്സ്പീരിയൻസ്ഡ് ഇൻ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ ദ സെയിം. ലെറ്റ് εc ഈസ് ദ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. അപ്പം എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പം നമ്മൾ പഠിച്ചപ്പം സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തുനിന്ന് 25 mm മാറിയിട്ടാണ്, 60 mm മാറിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ അല്ലേ. അപ്പോൾ എവിടെയാണോ സ്റ്റീൽ ഉള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ സ്ട്രെയിൻ εc എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആയിരിക്കും രണ്ടിൻ്റെയും സെയിം. എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് സ്റ്റീലിനോട് ചേർന്ന് കിടക്കുന്ന കോൺക്രീറ്റിലായിരിക്കും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, അവിടെയുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ലെറ്റ് εc എന്ന് പറയുന്ന സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. εs ഈസ് ദ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ. FC ഈസ് ദ പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. FC എന്ന് പറയുന്നത് ആ കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. ഓക്കെ, അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. FS ഈസ് ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ കറസ്പോണ്ടിങ് ടു ദ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. ഓക്കെ, FS ഈസ് ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ കറസ്പോണ്ടിങ് ടു ദ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അതിനെ നമുക്ക് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയാം. അതായത് FC എന്ന് പറയുന്നത് ആ സ്റ്റീലിൻ്റെ ലെവലിൽ കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. ഓക്കെ, FC എന്ന് പറയുന്നത്. അതേപോലെ FS എന്ന് പറയുന്നത് സ്റ്റീലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട്? ആ കോൺക്രീറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ അതാ എളുപ്പം, ആ രീതിയിൽ കണ്ടുപിടിക്കുന്ന എളുപ്പം. അതുകൊണ്ടാണ് ഇപ്പം കോൺക്രീറ്റിൽ
പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വരുമ്പം അതിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അതായത് ആ ചേഞ്ച് ഇൻ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീലിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ആ ചേഞ്ച് ഇൻ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെയിന്, ഓക്കെ, സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റീലിലെ സ്ട്രെസ്, അതാണ് എഫ് എസ്. അപ്പോൾ എത്രയാണോ ആ ചേഞ്ച് ഇൻ ലെങ്ത് അതിനനുസരിച്ചുള്ള സ്ട്രെസ്സാണ് എഫ് എസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അത് തന്നെയാണ് എന്ത് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ കോൺക്രീറ്റിൽ ഈ ഫോഴ്സ് വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചേഞ്ച് ഇൻ ലെങ്ത് മുഖേന ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ട്രെയിൻ, അല്ലെങ്കിൽ ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വന്ന സമയത്ത് കോൺക്രീറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റീലിലെ സ്ട്രെസ്, അതാണ് എഫ് എസ്. അല്ലെങ്കിൽ അത് തന്നെയാണ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ, അതാണ് എഫ് എസ്. ക്ലിയർ ആയല്ലോ? കോൺക്രീറ്റിലുള്ള ആ സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, അതായത് എത്രയാണോ ആ ലെങ്ത് ചേഞ്ച് ചെയ്തത് അതേ ലെങ്ത് തന്നെയാണ് സ്റ്റീലും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഇ സി ആൻഡ് ഇ എസ് ആർ ദ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ റെസ്പെക്റ്റീവ്ലി. ദെൻ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്, ഇ സി ഇ എസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സി ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ഇക്വേഷൻ അല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു, എഫ് സി ഡിവൈഡ് ബൈ ഇ സി, സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് എഴുതാം. സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. അതേപോലെ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എസ് ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ ഇ എസ് നമുക്ക് എഴുതാം. ഓക്കെ, ലോസ് ആവുന്ന സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ ഇ എസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ഫൈനൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 എപ്സിലോൺ എസ് ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ എസ് ഇക്വേഷൻ നമ്പർ 2 ആക്കി വെച്ചു. ഹിയർ ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ. ഓക്കെ, സ്ട്രെയിൻ കോൺക്രീറ്റിലുള്ള അതേ സ്ട്രെയിൻ തന്നെയാണ് സ്റ്റീലിലുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1ഉം 2 ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 1 and 2, എഫ് സി ബൈ ഇ സി ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ ഇ എസ്. നമുക്ക് എഫ് എസ് ആവേണ്ടത്, അതാണ് ലോസ്. അതായത് ഈ കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, അതാണ് ലോസ്. ഓക്കെ, അപ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു എഫ് സി ബൈ ഇ സി ഇൻറ്റു ഇ എസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ ഇ എസ് ബൈ ഇ സി എന്ന് പറയുന്ന ടേം എന്താ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇ എസ് ബൈ ഇ സി, യങ്സ് മോഡുലസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്, എം മോഡുലാർ റേഷ്യോ അല്ലേ. അപ്പോൾ എഫ് എസ് ഇസിക്കൽ ഇ എസ് ബൈ ഇ സി ഇൻറ്റു എഫ് സി. അപ്പോൾ ഇ എസ് ബൈ ഇ സി എന്ന് പറയുന്നത് എം ആണ്. എഫ് എസ് ഇസിക്കൽ എം ഇൻറ്റു എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഇ എസ് ബൈ ഇ സി ഈക്വൽ ടു മോഡുലാർ റേഷ്യോ എം. ഓക്കെ, therefore loss of stress in steel is equal to m into fc. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു എഫ് സി. എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റീൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റീലിൻ്റെ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് കോൺക്രീറ്റിൽ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന, അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്. ഓക്കെ, കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രീ സ്ട്രെസ്. ഓക്കെ, എഫ് സി എന്ന് പറയുന്നത് ആ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് ഇപ്പം നമ്മൾ അനാലിസിസ് ചെയ്തപ്പം എഫ് എസ് യു പിയും എഫ് ഇൻഫീരിയറും ആണ് കണ്ടുപിടിച്ചത് അല്ലേ. അതായത് എഫ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, അത് എവിടെയുള്ളതാണ്. എഫ് എസ് യു പി എന്ന് പറയുമ്പോൾ ടോപ്പിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫൈബറും, അതുപോലെ എഫ് ഇൻഫീരിയർ എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് ഫൈബറിലുള്ള സ്ട്രെസ്സാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ബോട്ടത്തിൽ നിന്ന് 25 mm മാറിയിട്ടായിരിക്കും, അല്ലെങ്കിൽ 10 mm മാറിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ 60 mm മാറിയിട്ടായിരിക്കും. അതുപോലെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് എഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രീ സ്ട്രെസ് എന്ന് പറയുമ്പം പി ബൈ എയും പി ഇ ബൈ ഇസഡ് ടി എന്ന് പറയുന്ന ടേം ആയിരുന്നു, അല്ലെങ്കിൽ ഇസഡ് ബി എന്ന് പറയുന്ന ടേമാണ് നമുക്ക് എവിടെ വന്നിട്ടുണ്ടായിരുന്നത്, അനാലിസിസിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇസഡ് ടിയും ഇസഡ് ബിയും നമ്മൾ യൂസ് ചെയ്തത് ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ. ഡയറക്റ്റ് നമ്മൾ അതെടുത്തത്.
പക്ഷേ ഈ കേസിൽ നമുക്ക് I/Y എന്ന് തന്നെ പറഞ്ഞ് യൂസ് ചെയ്യേണ്ടി വരും. ഇസഡിന് ഒരു I/Y എന്ന് പറഞ്ഞ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ Y എന്നുള്ളത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിസ്റ്റൻസ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FC കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? കാരണം FSUP ഇൻഫീരിയർ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റാണ്. അപ്പം റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ആ ന്യൂട്രൽ ആക്സിസിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ D/2 ഡിസ്റ്റൻസ് എടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ BD²/6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തുള്ള സ്ട്രെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ പ്രീടെൻഷൻഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 150 mm വൈഡ് ആൻഡ് 300 mm ഡീപ്പ്. അപ്പം B 150, D എന്ന് പറയുന്നത് 300. ഈസ് പ്രീ സ്ട്രെസ്ഡ് ബൈ 8 ഹൈ ടെൻസൈൽ വയേഴ്സ് ഓഫ് 7 mm ഡയമീറ്റർ. അപ്പം 8 നമ്പറാണുള്ളത്. 8 നമ്പർ എന്താണുള്ളത്? ഹൈ ടെൻസൈൽ വയേഴ്സ് അല്ലേ? അപ്പോൾ 8 നമ്പേഴ്സ് ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7 mm ആണ്. അപ്പോൾ 7 mm ഡയമീറ്ററിൻ്റെ 8 ഹൈ ടെൻസൈൽ വയേഴ്സാണ് നമ്മൾ പ്രീ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലൊക്കേറ്റഡ് അറ്റ് 100 mm ഫ്രം ദ സോഫിറ്റ് ഓഫ് ദ ബീം. 100 mm ഫ്രം ദ സോഫിറ്റ് ഓഫ് ദ ബീം എന്ന് പറയുമ്പോൾ 300 ആണ് ടോട്ടൽ ഡെപ്ത്. അപ്പം ഏറ്റവും ബോട്ടത്തു നിന്ന് 100 mm മാറിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സെൻട്രിസിറ്റി എത്രയായിരിക്കും? ഇത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസ് എവിടെ വരും? അല്ലെങ്കിൽ സെൻട്രോയിഡ് എവിടെ വരും? D/2 വരും അല്ലേ? അപ്പോൾ 300ൻ്റെ ഹാഫ് 150 വരും. നമ്മൾ ഈ ഹൈ ടെൻസൈൽ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തു നിന്ന് 100 mm മാറിയിട്ടാണ്. അപ്പോൾ 150 ആണ് ന്യൂട്രൽ ആക്സിസ് ഏറ്റവും ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ്. നമ്മളെ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് 150 - 100, ദാറ്റ് ഈസ് 50 mm വരും. ഓക്കെ, if the wires are tensioned to a stress of 1100 Newton/mm². അപ്പം വയേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 1100 Newton/mm² ആണ്. ഓക്കെ, പ്രീ സ്ട്രെസ് ചെയ്തപ്പം അതിൽ എക്സ്പീരിയൻസ് ചെയ്ത സ്ട്രെസ് വയേഴ്സ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. അപ്പോൾ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന പേഴ്സൻറ്റേജ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലോസ് കണ്ടുപിടിച്ചിട്ട് അത് എത്ര പേഴ്സൻറ്റേജ് ആണ് അതിൽ ലോസ് ആയിട്ടുള്ളതെന്നും കൂടിയും കണ്ടുപിടിക്കണം. ഓക്കെ, അസ്യൂമിങ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ആസ് 31.5 and 210 kN/mm². അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ES എന്ന് പറയുന്നത് 210 kN/mm². കോൺക്രീറ്റിൻ്റെ 31.5 kN/mm². ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. B = 150, D = 300 mm, നമ്പർ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ് = 8, ഡയമീറ്റർ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ് = 7, E = 50 mm, അതായത് 150 - 100. ഞാൻ ഇവിടെ റഫായിട്ടൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. 150 വിഡ്ത്ത്, 300 ഡെപ്ത്. ഓക്കെ, അപ്പം ഈ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിൽ നിന്ന് 100 mm മാറിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് 150. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഈ സെൻട്രോയിഡിൽ നിന്ന് ഈ സ്റ്റീലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 150 - 100. ഓക്കെ, സ്ട്രെസ് ഇൻ സ്റ്റീൽ വയേഴ്സ് സിഗ്മ = 1100 Newton/mm². EC = 31.5 kN/mm². ES, Young's modulus of steel, 210 kN/mm². ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിതിൽ പേഴ്സൻറ്റേജ് ഓഫ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ലോസ് കണ്ടുപിടിക്കണം, എന്നിട്ടാണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ സൊല്യൂഷൻ ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു FS, ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ അല്ലേ? അതിൻ്റെ ഇക്വേഷൻ M × FC. M എന്ന് പറയുന്ന മോഡുലാർ റേഷ്യോ അല്ലേ? FS = M × FC. അതിൽ M എന്ന് പറയുന്ന മോഡുലാർ റേഷ്യോ ആണ്. മോഡുലാർ റേഷ്യോ M = എന്താണ് ഇക്വേഷൻ? ES/EC. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലും യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പം 210 യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, കോൺക്രീറ്റ് 31.5, രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് വേറെ കൺവേർഷനൊന്നും ചെയ്യേണ്ട. അപ്പം
എത്ര കിട്ടി നമുക്ക് 6.6667 എന്ന് പറഞ്ഞ് കിട്ടും മോളാർ റേഷ്യോ. ഓക്കെ, ഇൻ കേസ് നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഈ സെയിം വാല്യൂ തന്നെ ക്വസ്റ്റിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എം ഐ. ഇനി എഫ് സി കണ്ടുപിടിക്കണം. എഫ് സി എന്ന് പറയുന്നത് എന്താ? പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ അല്ലേ? ആ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ സ്ട്രെസ് ആണ്. അപ്പം പ്രീ സ്ട്രെസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ P/A. പിന്നെയുള്ള ടേം പ്രീ സ്ട്രെസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ പ്രീ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്ന ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ? പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് P/A എന്ന് പറയുന്ന ടേമാണ്. അതേപോലെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് P/Z എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റും ബോട്ടം മോസ്റ്റും നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല, എവിടെയാണോ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിസ്റ്റൻസിലെയാണ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് PE/Z പകരം Z എന്ന് പറഞ്ഞാൽ എന്താ? I/Y ആണ് അല്ലേ? PE/I/Y എന്നുള്ള ടേമാണ് നമ്മൾ ഇക്വേഷനിൽ വരിക. അപ്പം PE × Y/I എന്ന് പറഞ്ഞു വരും. ഓക്കെ, I/Y എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ വരുമ്പോൾ Y മേലോട്ട് വരും. ഓക്കെ, സിൻസ് ദ സ്റ്റീൽ ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ന്യൂട്രൽ ആക്സിസ്. ഇപ്പോൾ ന്യൂട്രൽ ആക്സിസിന് ബിലോ ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? സ്റ്റീൽ അതായത് ബോട്ടത്തിനോട് ചേർന്നിട്ടാണ്, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെയാണ് ലൊക്കേറ്റ് ചെയ്തത്. നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മളെ പ്രീ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ വരിക? P/A ± വരിക ബോട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ബോട്ടത്തിൽ പ്രീ സ്ട്രെസ്സിങ് വയേഴ്സ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വന്നതുകൊണ്ട് കംപ്രഷൻ ആണ് ബോട്ടത്തിൽ വരിക അല്ലേ? കംപ്രഷൻ ബോട്ടത്തിൽ വരിക എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, നമ്മൾ കംപ്രഷൻ പ്ലസ് ആയിട്ടാണ് നമ്മൾ സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ FC = P/A + PEY/I എന്ന് പറഞ്ഞു വരും ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഓരോരോ ടേമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. FC വാല്യൂ കണ്ടുപിടിക്കാം. FC വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോസ് എന്ന് പറയുന്നത്, സ്റ്റീലിലെ ലോസ് എന്ന് പറയുന്നത് M × FC ആണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. ഇത്രയും ക്ലിയർ ആയോ? ആദ്യം നമുക്ക് P/A എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാം, അതായത് ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അപ്പോൾ അതിലാദ്യം P ആണ് വേണ്ടത് അല്ലേ? P/A ആണ് ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എത്രയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? P = ആ വയേഴ്സിലുള്ള സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ വയേഴ്സിലുള്ള സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്പേഴ്സും അതിൻ്റെ ഡയമീറ്ററൊക്കെ തന്നിട്ടുണ്ട് വയേഴ്സിൻ്റെ. അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P = സ്ട്രെസ് സിഗ്മ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ്. അപ്പോൾ P = 1100 ആണ് നമ്മുടെ സ്ട്രെസ് വയേഴ്സിലുള്ള. അപ്പം 1100 ഇൻറ്റു എത്ര വയേഴ്സാണ് ഉണ്ടായിരുന്നത്? 8 വയേഴ്സാണ്, അതിൻ്റെ ഡയമീറ്റർ 7 ആണ്. അപ്പോൾ 8 × π × 7² / 4. 5 × 7² / 4 എന്ന് പറയുമ്പോൾ ഒരു വയറിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇൻറ്റു 8 ചെയ്താൽ 8 വയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആയി. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P = 338,663 338,663.688 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ P = കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 338.663 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് P ആയി. ഇനി A കണ്ടുപിടിച്ചിട്ട് P/A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് ആയി, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന. അപ്പോൾ ആദ്യത്തെ കാര്യമായി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A = 150 × 300 45,000 mm² കിട്ടും. അപ്പോൾ P/A അതായത് ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് P/A = 338.663 × 10³ / 45,000 ചെയ്ത് കഴിഞ്ഞാൽ 7.52 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ് എന്നുള്ള ടേമാണ്, അതായത് PEY/I എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ P ഓൾറെഡി നമുക്ക് കിട്ടി, E നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു 50 mm. Y എന്ന് പറയുന്നത് എത്രയാണ്? Y എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് നമ്മുടെ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ മാറിയിട്ടാണ് സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? അതാണ് Y. അപ്പോൾ ഈ കേസിൽ Yയും Eയും സെയിം ആണ്. ഓക്കെ, അതായത് സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് 50 mm മാറിയിട്ട് തന്നെയാണ്. ഈ കേസിൽ Eയും Yയും സെയിം ആണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് നമ്മുടെ ടെൻഡൻസിലേക്കുള്ള ഡിസ്റ്റൻസ് 50 mm.
അത് തന്നെയാണ് വൈയും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ആ ന്യൂട്രൽ ആക്സിസിന് 50 mm മാറിയിട്ടുള്ള പൊസിഷൻ, ആ പൊസിഷനിലുള്ള സ്ട്രെസ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, FC. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് PEY/I എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ വൈയും 50 mm, I = BD3/12, 150 × 300³ / 12 റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് അപ്പം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 337.5 × 10⁶ mm⁴ എന്ന് പറഞ്ഞു കിട്ടും. ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ്, PEY/I. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ ടേമും ആയിട്ടുണ്ട്. അപ്പം PEY/I എന്ന് പറയുമ്പം P 338.663 × 10⁻³ E എന്ന് പറയുന്നത് 50, Y എന്ന് പറയുന്നത് 50, I എന്ന് പറയുന്നത് 337.5 × 10⁶. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2.508 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം PEY/I, അതായത് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് ഹൈ ടെൻസൈൽ വയേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.508 Nm/mm². ഇനി നമ്മൾ FC ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് പ്രീസ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിലെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയി ഡെവലപ്പ് ചെയ്യുന്ന പ്രീസ്ട്രെസ്, അതായത് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് നോക്കണം, പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേനയുള്ള. ഓക്കെ, അപ്പം FC = P/A + PEY/I. ദാറ്റ് ഈസ് ഈക്വൽ ടു P/A എന്ന് പറയുന്നത് 7.52 പ്ലസ് PEY/I എന്ന് പറയുന്നത് 2.508. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 10.028 Nm/mm² കിട്ടും FC. ഓക്കെ, കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആ സ്റ്റീലിൻ്റെ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് 10.028 Nm/mm² കിട്ടും. ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഡ്യൂ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. അപ്പോൾ ഇനി നമുക്ക് ലോസ് കണ്ടുപിടിക്കാം. FC നമുക്ക് കിട്ടി. അപ്പോൾ FS = M × FC ആണ്. ഓക്കെ, അപ്പോൾ FS = M 6.6667 × FC എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച 10.028. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ FS = 66.85 Nm/mm². അപ്പം ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ബീമിൽ വരുന്ന സ്റ്റീലിൽ വരുന്ന ലോസ് എന്ന് പറയുന്നത്, സ്ട്രെസ്സിൻ്റെ ലോസ് എന്ന് പറയുന്നത് 66.85 Nm/mm² ആണ്. ഓക്കെ, നമ്മളോട് പെർസെൻറ്റേജ് ലോസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുമ്പം ലോസ് ആവുന്നത് ഇത്രയാണ്. എത്ര സ്ട്രെസ്സിൽ നിന്നാണ് ലോസ് ആവുന്നത്? നമ്മളെ സ്റ്റീലിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീ സ്ട്രെസ് എത്രയാണ്, ഇനീഷ്യൽ സ്ട്രെസ് എത്രയാണ്, അതിലേക്ക് ആ കോൺക്രീറ്റിൽ ആ ഒരു സ്റ്റീൽ വയേഴ്സിൽ സ്റ്റീലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇനീഷ്യൽ സ്ട്രെസ് എത്രയാണ്? 1100 Nm/mm² അല്ലേ? അപ്പം ഇത് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ലോസ് എത്രയാണ്? 66.85. അപ്പം 1100 നിന്നാണ് 66.85 ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. 66.85 ഡിവൈഡഡ് ബൈ 1100. ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ലോസ് = 6.077%. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് 6.077% ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.